നമസ്കാരം. വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയതിന് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രി രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി 3.0 ആവർത്തിച്ച് തുടർഭരണം നേടുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പരമാധികാര കോടതിയായ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും എല്ലാം വിലക്കുകൾ ലംഘിച്ചുകൊണ്ട്, ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് വ്യക്തിഗത വിവരങ്ങൾ മുഖ്യമന്ത്രി ചോർത്തി എന്നുള്ളതാണ് പരാതിക്കാർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. പരാതി നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഡിജിറ്റൽ രേഖകൾ മുഖ്യമന്ത്രി ചോർത്തുകയായിരുന്നു എന്നാണ് പരാതിക്കാർ തങ്ങളുടെ അവലാതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. ശമ്പള ആവശ്യങ്ങൾക്കും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മാത്രമായി സ്പാർക്ക് എന്ന സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വ്യക്തിഗത ഡിജിറ്റൽ വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരെ വെച്ച് ചോർത്തിയെടുക്കുകയും പിന്നീട് ഈ ചോർത്തിയെടുത്ത ഫോൺ നമ്പർ അടക്കം ചോർത്തിയെടുത്ത വിവരങ്ങളിലൂടെ ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രചരണത്തിന് അത് ആയുധമാക്കുകയായിരുന്നു. ചോർത്തിയെടുത്ത ഫോൺ നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രി തന്റെ ശബ്ദ സന്ദേശം അയക്കുകയായിരുന്നു. തന്റെ സർക്കാരിന്റെ നേട്ടങ്ങളും ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ളത് തീർത്തിട്ടുണ്ട്, അതുപോലെ സർക്കാർ പടിപടിയായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശമാണ് അയച്ചത്. 62 ലക്ഷം ഡിജിറ്റൽ വിവരങ്ങളാണ്, ഇതുപോലെ രേഖകളാണ് മുഖ്യമന്ത്രി ചോർത്തിയെടുത്തിയിരിക്കുന്നത്. 72 ലക്ഷം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഇത്തരം കവർച്ച നടത്തി എന്നുകൂടി ഇവർ തങ്ങളുടെ ആവലാതിയിൽ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത, അതായത് വ്യക്തിഗത നിയമങ്ങൾ ചോർത്തിയെടുക്കുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൈമാറുക എന്നുള്ളതെല്ലാം ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്കെതിരാണ്. അത് നിയമ ലംഘനം തന്നെയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളതുമാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകും, ആരോടും പക്ഷപാതപരമായി പെരുമാറില്ല, ആരോടും പ്രത്യേകിച്ച് പ്രീതിയോ അപ്രീതിയോ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ തൻ്റെ നിലപാടുകൾക്ക് വേണ്ടി, തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പരാതിക്കാർ തങ്ങളുടെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഏത് വിധേനയും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി 3.0 ആവർത്തിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിജിറ്റൽ മേഖലയിലൂടെ ഒരു വിപ്ലവം നടത്തുകയായിരുന്നു. ഡിജിറ്റൽ മേഖലയിലൂടെ ഒരു പ്രചരണ പരിപാടി ആസൂത്രണം ചെയ്യുകയായിരുന്നു. എന്നാൽ ഇത് നിയമലംഘനം തന്നെയാണ്. ഒരു വ്യക്തി തൻ്റെ ഏതെങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിൽ സമർപ്പിക്കുന്ന തൻ്റെ വ്യക്തിഗത നിയമങ്ങൾ ഒരു കാരണവശാലും ആ ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ എല്ലാം കൃത്യമായ നിദർശനങ്ങളുണ്ട്, ഉത്തരവുകളുണ്ട്. ഈ ഉത്തരവുകളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ശബ്ദ സന്ദേശം ഇത്രയും ആളുകളുടെ ഫോൺ നമ്പറുകൾ തരപ്പെടുത്തി അതിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വകാര്യ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്നാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ അനിൽകുമാർ അടക്കം 12ഓളം പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹർജി പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ രീതിയിൽ നടപടി കൈക്കൊള്ളുകയാണെങ്കിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്ക് മത്സരിക്കാനാവില്ല, അയോഗ്യത കൽപ്പിക്കും എന്നൊക്കെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതെന്തു തന്നെയായാലും നാളെ മുഖ്യമന്ത്രിയുടെ നേർക്കുള്ള ഈ പരാതി പരിഗണിക്കപ്പെടുമ്പോൾ ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം കൊടുക്കുവാൻ മുഖ്യമന്ത്രി വിഷമിക്കും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കൂടുതൽ വിയർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൃത്യമായി തന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പക്ഷപാതപരമായി മുഖ്യമന്ത്രി പെരുമാറിയതിന്റെ നേർസാക്ഷ്യം തന്നെയാണ് എന്നുള്ളത് ഹർജിയിൽ പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ വിഷയവുമായി മുഖ്യമന്ത്രി പെട്ടു എന്ന് വേണം ഇപ്പോൾ പറയാൻ എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ലാവ്ലിൻ പോലുള്ള കേസുകൾ സുപ്രീം കോടതിയിൽ നീട്ടിവെപ്പിച്ച് മാറ്റി 37 പ്രാവശ്യത്തിലധികം മാറ്റിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ നിന്ന് തടിയൂരി പോന്നെങ്കിലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ നഗ്നമായ നിയമലംഘനം പിണറായി വിജയനെ പൂട്ടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.